മിഡിൽ ഈസ്റ്റിലേക്കാണ് ചെല്ലുന്നത്. മിഡിൽ ഈസ്റ്റിലേക്ക് ഒന്ന് അമേരിക്ക ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചു ആക്രമിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഏതാണ്ട് 40,000-ഓളം സൈനികരെ അമേരിക്ക ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് വിവിധ ബേസുകളിലായിട്ട്. ഇറാൻ അവിടെ ആക്രമിക്കും. അവിടെ ആക്രമിച്ചാൽ ആരും മരിക്കില്ലേ? ദിവസക്കണക്കിന് ഡസൻ കണക്കിന് ശവപ്പട്ടികൾ അമേരിക്കയിലേക്ക് ചെന്നുകൊണ്ടിരിക്കും. ആ കാഴ്ച അമേരിക്കയെ പിടിച്ചൊലയ്ക്കും. ഒരു ഘട്ടത്തിൽ അമേരിക്ക ഈ പറഞ്ഞ ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവാങ്ങണമെന്ന് ആവശ്യമുള്ള വലിയ സമ്മർദ്ദം അമേരിക്ക രൂപപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ സൈനികരുടെ മൃതദേഹങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. നമ്മൾ ഇവിടുന്ന് IPKF ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു പട്ടാളത്തെ ശ്രീലങ്കയിലേക്ക് അയച്ചല്ലോ. അവിടെ നിന്ന് മൃതദേഹങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഇതേ സമാനമായ സാഹചര്യം ഉണ്ടാകുന്ന അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? ഇപ്പോൾ അവർ ഹോർമുസ് കടലിലേക്ക് അടയ്ക്കും. അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന ആൻറ്റി ഷിപ്പ് മിസൈലുകൾ, അതിൽ ഇറാൻ ഏറെ ദൂരം മുന്നോട്ട് പോയിട്ടുള്ള ഒരു രാജ്യമാണ്. നേവൽ മൈനുകൾ, അതിലേറെ ദൂരം മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അമേരിക്കയുടെ കപ്പലുകൾ ആക്രമിക്കപ്പെടും. അമേരിക്കയുടെ ബേസ് ക്യാമ്പുകൾ ആക്രമിക്കപ്പെടും. അമേരിക്കയുടെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകളൊക്കെ എവിടെ ഇരിക്കുന്നത്? ഈ പറഞ്ഞ ബഹ്റൈനിലും അവിടെയൊക്കെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയുള്ള പട്ടാളക്കാർ കൊല്ലപ്പെടും. ചിലർ കളിയല്ല, നഷ്ടമുണ്ടാവും. ശരിയാണ്, ചിലപ്പോൾ ഇറാനെ മുടിക്കാൻ പറ്റിയേക്കും. പക്ഷേ ഇറാൻ തിരിച്ചാക്രമിക്കാനുള്ള സംഗതികൾ ഇറാൻ്റെ കയ്യിലുണ്ട്. അത് ഭയപ്പെടുന്നുണ്ട്. കാരണം ഇത് ഗസയിലെ നിരാലംബരായ മനുഷ്യരുടെ മുകളിൽ കൊണ്ടുപോയി വൈറ്റ് ഫോസ്ഫറസ് ഇടുന്ന പോലത്തെ പരിപാടിയല്ല. ഇതൊരു രാഷ്ട്രത്തോടാണ് യുദ്ധം ചെയ്യുന്നത്. ഏതെങ്കിലും ഓർഗനൈസേഷൻസിനോടോ ഏതെങ്കിലും ചെറു സംഘങ്ങളോടോ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാക്കാവുന്ന അപകടാവസ്ഥ ട്രംപിൻ്റെ സ്വന്തം നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ബാധിക്കാൻ പോകുന്ന ഒന്നാണ്. അമേരിക്കയ്ക്ക് വലിയ പണച്ചെലവുണ്ടാക്കും. കാരണം ഇറങ്ങി പുറപ്പെട്ട ഊരാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞല്ലോ, യുദ്ധത്തിൽ നിങ്ങൾ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഊരാൻ പറ്റില്ല. പണം ചിലവാക്കിക്കൊണ്ടേയിരിക്കണം. അതിൽ നിന്ന് റിട്ടേൺ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇസ്രായേൽ പോലും രാജ്യം കണ്ടിടത്തെല്ലാം ആക്രമിക്കാൻ, അവരുടെ കൂടെ നിന്ന് ആക്രമിക്കാൻ തുടങ്ങിയാൽ അതായിരിക്കും പ്രയാസം. അത് മനസ്സിലാക്കുന്നവയെ ഒന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, അമേരിക്ക ഇൻറ്റേർണലി ഉണ്ടാവുന്ന ഇപ്പോഴത്തെ പിന്തുണയില്ലായ്മയെ അമേരിക്കൻ പ്രസിഡൻറ്റും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും ഭയപ്പെടുന്നുണ്ട്. അത് സെറ്റ് ചെയ്യാൻ അവർ 2 ആഴ്ച സമയം നോക്കുകയായിരിക്കാം. മറ്റേത് 2 ആഴ്ചക്കിടയിൽ നയതന്ത്രപരമായി, ഇപ്പോൾ UK-യും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഈ പ്രശ്നം നയതന്ത്രപരമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നതിനിടയ്ക്ക് അമേരിക്ക ഇടയ്ക്കൂടെ കയറി ആക്രമിക്കാമെന്ന് വെച്ചാൽ അത് കാര്യങ്ങളെക്കുറിച്ച് സങ്കീർണമാക്കും. അങ്ങനെ അവർ പരിഹരിക്കുന്നെങ്കിൽ പരിഹരിക്കട്ടെ എന്ന് അമേരിക്ക വിചാരിക്കുന്നുണ്ടാവും. കാരണം അമേരിക്ക അതിനോട് പേ ചെയ്യേണ്ടി വരും. 2, റഷ്യ നിങ്ങളിതിനകത്ത് വന്ന് ഇടപെട്ടാൽ നിങ്ങൾ ഇടപെടുമെന്ന ഊഹാപോഹങ്ങളോട് പോലും പ്രതികരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു. കാരണം നിങ്ങൾ ഇടപെട്ടാൽ ഇത് പണ്ടോറ ബോക്സ് തുറക്കുന്ന പോലെ ആയിരിക്കും, ചെറിയ കാര്യമായിരിക്കില്ല എന്നാണ്. അപ്പോൾ റഷ്യയ്ക്ക് അത് ആ പൊസിഷൻ എടുക്കുന്നതിന് പൊളിറ്റിക്കലി പല റീസൺ ഉണ്ട്. ചൈന ഓൾറെഡി അതിനകത്ത് വന്നു കഴിഞ്ഞു. കാരണം അവർക്കൊക്കെ ഉണ്ടാക്കുന്ന റഷ്യയ്ക്ക് രാഷ്ട്രീയമായ നഷ്ടം ഉണ്ടാക്കും. ചൈനയുടെ പ്രശ്നം, ചൈനയ്ക്ക് സാമ്പത്തികമായ എക്കണോമിക്കലി ഭയങ്കരമായ തിരിച്ചടികളുണ്ടാക്കും. അത് രണ്ടും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. സോ അവരും അതിനകത്ത് അഭിപ്രായം പറഞ്ഞ് കർശന നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു. എന്നതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ ഇടപെടുക, ഇറാനെ നേരിട്ട് ആക്രമിക്കുക എന്ന് എളുപ്പം ശരിയാണ്. അവരുടെ ആണവ നിലയൊക്കെ തകർക്കാനോ കൂടുതൽ തെഹ്റാനിൽ കുറച്ചുകൂടി വലിയ ബോംബിടാനോ പറ്റും. പക്ഷെ ഇപ്പം നോക്ക്, ഈ പറയുന്ന ക്ലസ്റ്റർ ബോംബുകൾ വന്ന് വീണിട്ട് ഉണ്ടായിട്ടുള്ള വിനാശം ഇസ്രായേലിൽ എന്തുമാത്രം വലുതാണ്. ഇസ്രായേലിലെ ഭരണകൂടം, നമുക്കറിയില്ല അവിടുത്തെ കാഷ്വാലിറ്റി എന്താണെന്ന്. കാരണം വിവരങ്ങൾ കൃത്യമായിട്ട് പുറത്തു വരുന്നില്ല. ഇപ്പം അജിംസ് നേരത്തെ പറഞ്ഞല്ലോ, വലിയൊരു സ്ഥാപനം തകർന്നതിൻ്റെ വിവരം ദിവസങ്ങൾ കഴിഞ്ഞാണ് പുറത്തു വരുന്നത്. അപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വെസ്റ്റേൺ മീഡിയയാണ് ഇതെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടത്. അവരെങ്ങനെയാണ് പെരുമാറുന്നത് നമുക്കറിയാം. BBC ഒക്കെ എങ്ങനെയാണ് ഗസ കാലത്ത് പെരുമാറിയെന്നറിയാം. പിന്നെ അവിടെ കർശനമായി ഇത് അടച്ചു വയ്ക്കാൻ കഴിയുന്ന സംവിധാനം ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിൽ വലിയ നഷ്ടം അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും സ്ഥാപനങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു എസ്കലേഷൻ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അമേരിക്ക മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്ക ടൈം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ എന്താണ്, ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്, ഓൾ സെറ്റാണ്, ഞങ്ങളുടെ കപ്പലുകൾ അയച്ചു കഴിഞ്ഞു, പ്ലാൻ റെഡി, ഞങ്ങളുടെ ഡൂം ഡേ പ്ലെയിൻ ഓൾറെഡി ഞങ്ങൾ 4 മണിക്കൂർ എയറിൽ പറത്തി ഓൾ സെറ്റാണെന്നൊക്കെ ഇന്നലെ പ്രഖ്യാപിച്ചാണല്ലോ. ഇന്നിപ്പോൾ എന്തായി? അപ്പോൾ 2 വീക്സ് സമയം എടുക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയ കളിയല്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അമേരിക്ക വളരെ തന്ത്രപരമായി നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.